ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് KSRTC ബസിന്റെ ചില്ല് പൊട്ടിച്ച ഒരു സംഭവം, ചില്ല് ഒരു യുവതി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഈ KSRTC ബസ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന സ്ഥലത്തൊന്നും അവർ വണ്ടി നിർത്തി തരത്തില്ല. ഇവർക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ലേഡിക്ക് അവർക്ക് പെട്ടെന്ന് പുറത്തിറങ്ങണം. കണ്ടക്ടർ അടുത്ത് പറയുന്നു, ഡ്രൈവർ അടുത്ത് പറയുന്നു, വണ്ടി നിർത്തി കൊടുക്കുന്നില്ല അവര്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അല്ലാതെ തോന്നുന്ന സ്ഥലത്തൊന്നും ബസ് നിർത്തി കൊടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ ഈ യുവതിക്ക് പറയായിരുന്നു, എനിക്ക് അത്യാവശ്യം ഉണ്ട്, എനിക്ക് ബാത്റൂമിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറയണം. കാര്യം എനിക്ക് ഇവിടെ നിർത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിർത്തും. ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇവരുടെ എമർജൻസി സിറ്റുവേഷൻ എന്താണെന്ന് എവിടെയും പറയുന്നില്ല. ഇവരാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് ഇവർ വയലന്റ് ആയിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഇപ്പം തോന്നുവാണ്, എന്താണ് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഭയങ്കര സപ്പോർട്ട് ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ട്. ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ലേ, ഷിംഷിത എന്ന് പറയുന്ന ഒരു പെണ്ണ് പിന്നെ ബസ്സിൽ കയറിയിട്ട് ഒരു സംഭവം ഉണ്ടായി, ഒരു പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ട ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവള് കാണിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ ദീപക് എന്ന് പറയുന്ന പുള്ളി മരണപ്പെടാൻ കാരണം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും ഇവിടെ പ്രത്യേകിച്ച് നിയമമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. എല്ലാവരും തുല്യരാണ്. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യത. ഈ പെണ്ണിന്റെ സ്ഥാനത്ത് ഒരു ആണായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നം ഇപ്പൊ നടന്നേനെ. അവൻ കഞ്ചാവാണ്, MDMA ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നേനെ. എന്നിട്ട് അവരെ പിടിച്ച് ലാസ്റ്റ് ജയിലിലും ഇട്ടേനെ. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ വെറും 25,000 രൂപ ഒരു ആണ് പിഴ വന്നേക്കുന്നത്. ഈ ഒരു ഫയലിൽ മാത്രം നിർത്തരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഇവരുടെ പേര് കേസ് എടുക്കാം. നമുക്ക് എന്തായാലും ഇവരെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ ആ കോപ്രായത്തര സ്ഥലത്തുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഫോണിന്റെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇന്ന് പറയുവാണ് ഇത് സ്റ്റോപ്പ് ചെയ്യണം, ബസ് സ്റ്റോപ്പ് ചെയ്യണം, ഇത് റോങ് ആയിട്ടാണ് ഈ ബസ് പോകുന്നതെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ അവിടെ പറയാമായിരുന്നു ഇവരോട്, എന്താണ് ഇത് വൈറലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാര്യം ഇവർക്ക് പറയാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ ഇറങ്ങണം, എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് ആരോടെങ്കിലും ഒരാള് പബ്ലിക്കായിട്ട് പറയണ്ട. കണ്ടക്ടറുടെ അടുത്ത് എന്നിട്ട് പറയാം, എനിക്ക് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകണം, അപ്പൊ ഒന്ന് ബസ് നിർത്തി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കണ്ണിച്ചോറിയില്ലാത്തവരൊന്നും അല്ല നിർത്തി കൊടുക്കും. നേരെ മറിച്ച് നിങ്ങൾ ഇവർ കാണിക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്തൊരു അഹങ്കാരമാണ് സ്ത്രീക്ക്. ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഇവിടെ വേറെ ആരെങ്കിലും ആണ് ഇതൊന്നും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നേനെ. ഒരാണായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിലും. ഇല്ലാത്ത കേസ് മാടയാ ഓടയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ലഹരിക്കടിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിച്ചേനാണ്. ശരിക്കും ഇവര് സ്ത്രീ ആയതിന്റെ പേരിലല്ലേ കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വെറുതെ വിട്ടത്. ആകെ 25,000 രൂപ പിന്നെ ചെലവായി. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. കാര്യം അവരുടെ കയ്യിൽ അവര് ഏകദേശം അത്യാവശ്യം റിച്ച് ആണ്. കാര്യം അവരുടെ കയ്യിലിരിക്കുന്ന ബാഗ് നല്ല വിലയുള്ള ഒരു ബാഗാണ് പുള്ളിക്കാരന്റെ കയ്യിലിരിക്കുന്നത് തന്നെ. ഇതിനൊക്കെ ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഒന്നും നോക്കുന്നില്ല, ചില്ലടിച്ചൊക്കെ പൊട്ടിക്കുവാണ്. ഇതോടെ ജീവനക്കാർ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. KSRTC ബസ്സിന് കേടുപാടുകൾ വരുത്തിയതിനുള്ള നഷ്ടപരിഹാരമായി യുവതിയിൽ നിന്നും 25,000 രൂപ പിഴ ഈടാക്കിയ ശേഷം അധികൃതർ പ്രശ്നം ഒത്തുതീർപ്പാക്കി വിട്ടയക്കുകയായിരുന്നു. നെടുമങ്ങാട് KSRTC സമാധാനമല്ല. അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിച്ചു തന്നത്. ഇതൊക്കെ ഒരു ന്യായീകരണമാണ്. വെറുതെ പറയുക അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തൊന്നുമില്ല. നോർമലായിട്ട് കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഈ KSRTCക്കാർക്ക് അതിൻ്റെതായിട്ട് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാരണമായിരിക്കും അവർ നിർത്താതെ പോയത്. അറിയത്തില്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് എവിടെയെങ്കിലും നിർത്തണമെന്ന് പറയുവാണെങ്കിൽ ആദ്യം അവർ നിർത്തത്തില്ലെന്ന് പറഞ്ഞാലും, പക്ഷെ ചില സമയങ്ങളിലെല്ലാം മിക്കപ്പോഴും അവർ നിർത്തി തന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവരും മനുഷ്യരല്ലേ. ചില സാഹചര്യങ്ങൾ അവർക്ക് നിർത്താൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ എന്ന് നോക്കിയിട്ട് അവരെ നിർത്തി തരും. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് വിട്ടുപോകും, അത്രേ ഉള്ളൂ.
എന്തായാലും അവരുടെ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ, അതൊന്നും കണ്ടിട്ട്. മാസം 10 കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ഏറെ വൈറലാണ്. ആ യുവതി ആരാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എന്നോടൊപ്പം ഉണ്ട് മുംതാസ് എന്നാണ് പേര്. ഇപ്പോൾ നിങ്ങളാണ് എല്ലാ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് പണ്ടത്തെ സിറ്റുവേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൊബൈൽ എടുത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാർ വിശ്വസിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കാര്യം എന്താണ്? സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെയുള്ള ഒരുപാട് കേസസ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങ് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പരിഹാരം കിട്ടുമെന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. KSRTC ബസിന്റെ ചില്ലടിച്ച് തകർത്തത്? ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഓവറായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നവും സോൾവ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഫൈൻ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാത്തിനുള്ള ഒരു പരിഹാരമാണോ? വന്നിരുന്ന് പിന്നെ അങ്ങ് ന്യായീകരിക്കുകയാണ്. നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കുക. ആ KSRTC ബസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ലേ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തത്? ഇതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? നിങ്ങൾ ഇപ്പോഴും പറയുന്ന കാര്യം തന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു അല്ലെങ്കിൽ സൈബർ ആക്രമണം ഉണ്ടാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളൊക്കെ തന്നെയല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? പുള്ളിക്കാരി എന്നെ എടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടായി. അപ്പൊ പിന്നെ ഇതൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യണം. ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിങ് ആണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്ന 5ാമത്തെ ദിവസമാണ് വീഡിയോ വന്നതെന്ന്. പുള്ളിക്കാരി വിചാരിച്ചത് പുള്ളിക്കാരിയുടെ കയ്യിൽ മാത്രമേ അതിന്റെ ഫുട്ടേജ് ഉള്ളതെന്നാണ്. അത്രയും ബസ്സില് അവിടെ അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ആരെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി വിചാരിച്ച് കാണും ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ളത്. ഫൈൻ അടച്ചാൽ നൈസായിട്ട് പ്രശ്നം അങ്ങ് തീരുമെന്നാണ് പുള്ളിക്കാരി കരുതിയത്. ഈ ഒരു കേസിന് ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഡ്രസ്സിന്റെ കേസിലും മതപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഒക്കെ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ആ കമന്റുകളിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുകയൊന്നും ഞാൻ ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം അവരോട്. ആ റിക്വസ്റ്റ് ചെയ്യാതെ നിങ്ങൾ അവിടെ കിടന്ന് ഷോപ്പ് കാണിച്ചതിന്റെ പ്രതിഫലമാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് ബസ്സിലെന്ന് സംഭവിച്ചത്? ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ എന്താ കാരണം? ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. എവിടെ വെച്ചാ ബസ് കയറിയത്? ഞാൻ കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ടോയ്ലറ്റിൽ പോകണം എമർജൻസി ആണെന്നുള്ള കാര്യം പറയാതെ നിർത്തിയേ പറ്റൂ. വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, എനിക്ക് ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞ് വയലന്റ് ആയി ഫോണും എടുത്ത് വെച്ച് കാണിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഇപ്പൊ വന്നിരുന്ന് ഇങ്ങനെ പാവത്താനെ പോലും സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? സംഭവം എയറിൽ പോയി. പുള്ളിക്കാരി വിചാരിച്ചില്ല ഇത്രയും എയറിലാവും. വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായതാണ്. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി. അപ്പോൾ ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. വളരെ ബാഡായിട്ടുള്ള കമൻസാണ് വന്നത്. നിങ്ങൾ കമൻസിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുക, അത്രേ ഉള്ളൂ. പുള്ളിക്കാരി ഇപ്പോഴും സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പുള്ളിക്കാരി അപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് പറയുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ യാതൊരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഷിംഷിതയുടെ കാര്യം തന്നെ നിങ്ങൾ എടുത്തേ, ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരാളുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടതെന്ന് പുള്ളിക്കാരി വിചാരിക്കുന്നില്ല. ഇങ്ങനെ
ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യും. പക്ഷേ പ്രശ്നമില്ല, കാരണം ഇപ്പം എന്തായാലും എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരിക്കും. ഓരോരുത്തരെ നമ്മൾ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാണ്ട് പലതും പറയാൻ അവർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ബസ്സിൽ തന്നെയുള്ള ഹാമർ എടുത്തിട്ട് ചില്ലടിച്ച് തകർക്കാം എന്ന് തോന്നാൻ എന്താ കാരണം? അത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിചാരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഓക്കെ എന്നത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. എമർജൻസി ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോകാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ ചില്ലടിച്ച് പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തൂടെ ചാടാവുന്നായിരുന്നോ വിചാരിച്ചത്? പിന്നെ ചില്ല് പൊട്ടിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങൾ ഏത് രീതിയിലാണ് ആ പെരുമാറിയത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അത് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും ആരെയാ പൊട്ടന്മാരാക്കുന്നത്? ഇത് കണ്ടോണ്ടിരുന്ന ജനങ്ങളെയാണോ? ഇവരുടെ മിസ്റ്റേക്ക് അല്ല, ഇത് ജനങ്ങളുടെ മിസ്റ്റേക്ക്. ഇത് കണ്ടോണ്ടിരുന്ന ജനങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നാണ് ഈ പുള്ളിക്കാരിയുടെ നമ്മൾക്ക് ചെയ്യാന്നുള്ളൊരു പെട്ടെന്ന് ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ബസ് അവിടെ നിർത്തിയില്ല? ഇല്ല, നേരെ ടെർമിനലിലേക്കാണ് പോയതല്ലേ? KSRTC സ്റ്റാൻഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് പോലീസ് വന്നു. പോലീസിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം പിന്നെ അവർ നടക്കാവ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. വീണ്ടും അത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മളിത് ഫൈനെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപ അടച്ചു? 28,000 രൂപ. 28,000 രൂപ അടച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്ലാസ് സമാധാനമല്ലോ കയ്യിലിരിക്കുന്ന പൈസ പോയപ്പോ. വല്ല കാര്യമുണ്ടോ ഇനിയിപ്പോ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നിങ്ങൾ എത്ര ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രവൃത്തി അങ്ങനെയായിരുന്നു അതിനകത്ത്. ശരി, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. KSRTCക്കാർക്ക് എമർജൻസി ആയിട്ട് ആണെങ്കിൽ മാത്രമേ അവിടെ നിർത്താനുള്ള പെർമിഷൻ ഉള്ളൂ. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിട്ടുപോകാനേ പറ്റത്തുള്ളൂ. അത് അവരുടെ റൂൾസ് ആണ്. പൈസയും ഗ്ലാസ് തകർത്തതിന്റെയും ഇപ്പൊ ഈ ബസ് കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്നതാണ്. തുടർ ട്രിപ്പും മുടങ്ങി. അതെ. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഫെയർ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ അടുത്തു നിന്നുള്ള അപ്പോളജി ലെറ്ററും അവർ വാങ്ങിയിട്ടുണ്ട്. ഞാനും അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വെച്ചാണോ ഈ പ്രശ്നം പരിഹരിച്ചത്? അതെ. അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ്ലി അപ്പോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതായത് ഞാൻ മാപ്പ് പറഞ്ഞ് അവരുടെ അടുത്ത് ആ ലെറ്റർ ഞാൻ ഒഫീഷ്യലി ആയിട്ടും അൺഒഫീഷ്യലി ആയിട്ടും എഴുതി കൊടുത്തതാണ്. അപ്പം എഴുതി കൊടുത്തതിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ എവിഡൻസും അവർ തന്നെ നമ്മളെടുത്തു നിന്ന് അത് ഒഴിവാക്കിയതുമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതുപോലൊരു സൈബർ ബുള്ളിങ് അറ്റാക്കിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഇവരുടെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ പോലീസുകാരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ വരുമെന്നുള്ള ഒരു കാര്യം അറിയത്തില്ലായിരുന്നാണ് പറയുന്നത്. ആ ബസ്സിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഇതെടുത്ത് പുറത്തിട്ടത്. ആ പുറത്തിട്ടത് കൊണ്ട് ജനങ്ങൾ അത് മനസ്സിലാക്കി. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ, ഈ സാധനം ഇപ്പൊ എല്ലായിടത്തും പോയിട്ടുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പൊ ഒരു ഇന്റർവ്യൂവും കൊടുത്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂ അടക്കം എടുത്തു വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്യും. അതിനകത്ത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം പബ്ലിക്കിൽ വന്ന ഒരു സാധനമാണ്. നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഇനി പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നും. ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെയാണോ എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും എനിക്കറിയില്ല. ഈ പ്രശ്നം സ്റ്റേഷനിൽ വെച്ച് തന്നെ പരിഹരിക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ബ്രദേഴ്സ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഇതാണ്, സ്വന്തം തെറ്റ് മനസ്സിലാക്കി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതിരിക്കുക. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.